അങ്ങനെയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പള്ളിയിലേക്ക് പോകുന്നത്. മദീനയിൽ വന്നാൽ ഏതൊരാളും നിർബന്ധമായും സന്ദർശിച്ചിരിക്കേണ്ട പ്രത്യേകം കൂലി പറഞ്ഞ ഒരു പള്ളിയാണ് എനി പോന്ന പള്ളി. ആ പള്ളിയുടെ പേരാണ് ഖുബാ പള്ളി. ഖുബാ, മസ്ജിദ് ഖുബാ. ഖുബാ പള്ളിയിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. വലിയ പുണ്യമാണ് ഖുബാ പള്ളിയിലേക്ക് പോയാൽ. ഖുബാ പള്ളിയിൽ പോയി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ, ഖുബാ പള്ളിയിലെ 2 റക്അത്ത് നിസ്കാരം ഒരു ഉംറയ്ക്ക് സമമാണ്. സുബ്ഹാനല്ലാഹ്, നോക്കൂ, ഒരു ഉംറയ്ക്ക് പകരമാണ്. ഉംറ ചെയ്യാൻ എത്ര കഷ്ടമുണ്ട്. ഇഹ്റാം കെട്ടണം, തവാഫ് ചെയ്യണം, സഅയ് ചെയ്യണം, മുടി കളയണം. ഉംറ ചെയ്യാൻ നല്ല അധ്വാനമുണ്ട്. മദീനയിൽ ഉംറയുണ്ടോ? ഇല്ല. മദീനയിൽ ഉംറയില്ല. ഉംറ മക്കയിലാണ്. കാരണം കഅബ മക്കയിലാണ്, സഫാ മർവ മക്കയിലാണ്, ഉംറയുടെ മശായിറുകൾ അത് മക്കയിലാണ്. മദീനയിൽ ഒന്നും ഉംറന്റെ കർമ്മങ്ങളില്ല. പക്ഷെ ഒരു ഉംറ ചെയ്ത കൂലി കിട്ടുന്ന ഒരു ഇബാദത്തുണ്ട് ഇവിടെ. അത് ഖുബാ പള്ളിയിലെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. നമ്മുടെ വലിയ ഭാഗ്യവാന്മാരാണ്. ഖുബാ പള്ളിയിലേക്ക് നമ്മൾ ശനിയാഴ്ചയാണ് വന്നത്. ശനിയാഴ്ച ഖുബാ പള്ളിയിലേക്ക് വരൽ റസൂലിന്റെ പ്രത്യേകം ഒരു സുന്നത്താണ്. എല്ലാ ശനിയാഴ്ചയും നമ്മുടെ റസൂൽ ഖുബാ പള്ളിയിലേക്ക് വരാറുണ്ടായിരുന്നു. എല്ലാ ശനിയാഴ്ചയും ഒന്നുകിൽ നടന്നുകൊണ്ട് വരും, അല്ലെങ്കിൽ വാഹനത്തിൽ വരും, ഒട്ടകത്തിൽ. എന്നിട്ട് റസൂൽ ഖുബാ പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ആരെങ്കിലും ഖുബാ പള്ളിയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിച്ചാൽ അവനൊരു ഉംറയുടെ പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്ക് ഒരു ഉംറന്റെ കൂലി കിട്ടണം. ഖുബാ പള്ളിയിലെ 2 റക്അത്ത് നിസ്കാരം എന്ന നിയ്യത്തിൽ ആ പള്ളിയിൽക്കാരി 2 റക്അത്ത് നിസ്കരിക്കല്ലേ. ഖുബാ പള്ളിയിൽക്കാരി 2 റക്അത്ത് നിസ്കരിക്കാം. കൂലി ഒരു ഉംറയുടെ കൂലി. മദീന വന്നാൽ എല്ലാവരും കാണേണ്ട പള്ളിയാണ് ഖുബാ പള്ളി. നമ്മുടെ റസൂലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പള്ളിയാണ്. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ, എല്ലാ ശനിയാഴ്ചയും നമ്മുടെ റസൂല് ഈ പള്ളിയിലേക്ക് നടന്നു വന്നത്. ചിലപ്പോഴൊക്കെ വാഹനത്തിലും. ഇന്നും ശനിയാഴ്ച രാത്രിയിലൊക്കെ ഏത് സമയത്തും നടന്നു വരാൻ നല്ല തെളിച്ചമുള്ള